അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ ടോപ്പിക്കാണ് പഠിച്ചത്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വരെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിന് മുന്നേ ഞാൻ ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എന്താണ് ലൈറ്റ്, വേവ് നേച്ചറാണോ അതോ പാർട്ടിക്കിൾ നേച്ചറാണോ, ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. പല ആൾക്കാർക്കും ഇത് ഒരു ഡൗട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ത് നേച്ചറാണ്, ലൈറ്റിൻ്റെ എന്ത് നേച്ചറാണ് അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് വേവ് നേച്ചറായിട്ട് തോന്നും, പക്ഷേ അതൊരു പാർട്ടിക്കിൾ നേച്ചറാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡ്യുവൽ നേച്ചർ, ലൈറ്റിൻ്റെ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ലൈറ്റ് ഒരു വേവ് നേച്ചറാണോ അതോ പാർട്ടിക്കിൾ നേച്ചറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അതിന് ഉത്തരം പറയുക? രണ്ടും ആണെന്ന് പറയും അല്ലേ, ബോത്ത് ആണെന്ന് പറയും അല്ലേ. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് നേച്ചറാണോ, ലൈറ്റ് ഒരു പാർട്ടിക്കിൾ നേച്ചർ, ബോത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മിക്സ്ചറാണ്. എന്താണ് ലൈറ്റ് എന്ന് പറയുന്നത്? നൈദർ എ വേവ് നോർ എ പാർട്ടിക്കിൾ എന്ന് പറയാം. മിക്സ്ചർ ഓഫ് വേവ് പാർട്ടിക്കിൾസാണ്. വേവിൻ്റെയും എന്താ പറയുക പാർട്ടിക്കിൾ നേച്ചറും അതിൻ്റെ മിക്സ്ചറാണ് എന്ത് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ലൈറ്റ് എങ്ങനെയാണ് വേവായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഹൗ ലൈറ്റ് ബിഹേവ് ആസ് എ വേവായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുക? ലൈറ്റിൻ്റെ വേവ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? വേവ് പ്രോപ്പർട്ടീസിൽ ആദ്യത്തെ ഒരെണ്ണമാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ഷൻ ഒരു വേവ് പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഒരു സർഫസിൽ തട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു സർഫസിൽ തട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിഫ്രാക്ഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇവിടെ തട്ടിക്കഴിഞ്ഞത് റിഫ്രാക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് അടുത്ത മീഡിയത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു റിഫ്രാക്ഷനാണ്. അതും എന്താണ്? ഒരു വേവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ബീം ഓഫ് ലൈറ്റ് നമ്മളൊരു ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിട്ടാൽ തന്നെ രണ്ട് പാർട്ടായിട്ട് പോകുമല്ലോ, അതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്രാക്ഷൻ ചെയ്യുന്നുണ്ട്. രണ്ട് പല രീതിയിൽ അത് ഡിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് വേവ് പ്രോപ്പർട്ടിയിൽ പറയുന്ന കാര്യമാണ്. വേവ് നേച്ചർ, ലൈറ്റിൻ്റെ വേവ് നേച്ചറിൽ പറയുന്നതാണ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ. ഇതെല്ലാം എന്താണ്? ലൈറ്റിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? വേവ് നേച്ചറാണ്. ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഈസ് എ വേവ് ഡ്യൂ ടു ഇറ്റ്സ് വേവ് പ്രോപ്പർട്ടി ലൈക്സ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ. ഇതെല്ലാം ഈ പ്രോപ്പർട്ടീസ് കാരണമാണ് ലൈറ്റ് എന്ന് പറയുന്നത് വേവ് നേച്ചറാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഹൗ ലൈറ്റ് ബിഹേവ് ആസ് എ പാർട്ടിക്കിൾ നേച്ചറായിട്ട് എങ്ങനെയാണ് ലൈറ്റ് ബിഹേവ് ചെയ്തത് അത് പറയണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് എടുത്തു. ഒരു M1 എന്ന് പറഞ്ഞ മാസ്സുള്ള ഒരു മൂവിങ് ഒബ്ജക്റ്റാണ്. ഇത് M2 എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റാണ്. ഇങ്ങനെ രണ്ട് M1 M2 എന്ന് പറഞ്ഞ മാസ്സുള്ളത് ഇത് മൂവ് ചെയ്ത് ഇതിൽ വന്ന് തട്ടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നിന്നു അല്ലേ. അതിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിന്നിട്ട് പിന്നെ ഈ സ്റ്റേഷനറി ആയതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ M1 എന്ന് പറഞ്ഞ ഒരു മൂവ് ചെയ്യുന്ന ഒരു മാസ്സുള്ള ബോഡി എന്ത് ചെയ്യുന്നു? അത് തട്ടുന്നു. M2ലേക്ക് വന്ന് തട്ടുമ്പോൾ അവിടെ എന്ത് ചേഞ്ചാണ് വരുന്നത്? ഈ മൂവ് ചെയ്യുന്ന ബോഡിക്ക് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ തന്നെ മൊമെൻറ്റും ഉണ്ട്, ആക്കമുണ്ട്, അതുപോലെ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഇത് മൂവ് ചെയ്ത് ഇതിലേക്ക് വന്ന് തട്ടുമ്പോൾ ഇതിന് കൈനറ്റിക് എനർജി മൊമെൻറ്റും ഉണ്ടോ? ഇത് സ്റ്റേഷനറി ആയതുകൊണ്ട് ഇതിന് കൈനറ്റിക് എനർജി മൊമെൻറ്റും ഇല്ല, ആക്കവും ഇല്ല. അപ്പോൾ ഇത് ഇവിടെ വന്ന് തട്ടുമ്പോൾ ഇവിടുത്തെ ഇതിലുള്ള കൈനറ്റിക് എനർജി മൊമെൻറ്റും എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഇതിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ M2 വീണ്ടും ഇവിടെ നിന്ന് ഇത് തട്ടുമ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി മൊമെൻറ്റും ഇതിലേക്ക് കൊടുക്കുന്നു. പിന്നെ ഇതിനാണ് കൈനറ്റിക് എനർജി മൊമെൻ്റ് ഉള്ളത്, അതുകൊണ്ട് ഇത് നീങ്ങുന്നു. അപ്പോൾ എന്താണ്? ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ടു ദ അനദർ ബോഡി അല്ലെ. ഈ ബോഡി എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കൈനറ്റിക് എനർജിയും അതെന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജി മൊമെൻറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നു, ഈ അടുത്ത ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത്? കൊളീഷൻ കാരണം, ഡ്യൂറിങ് കൊളീഷൻ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് കോസസ് ദ ട്രാൻസ്ഫർ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം. കൊളീഷൻ കാരണമാണ് ഇവിടെയുള്ള കൈനറ്റിക് എനർജി മൊമെൻറ്റം അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പാർട്ടിക്കിൾ നേച്ചർ. ഇപ്പോൾ ഒരു
ഒരു മെറ്റൽ സർഫസ് എടുത്തു എന്ന് വിചാരിക്കുക. മെറ്റൽ സർഫസിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. മെറ്റൽ സർഫസിൽ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഫോട്ടോൺ ലൈറ്റ്, ഫോട്ടോൺ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് തട്ടുന്നു. ഇവിടെ വന്ന് തട്ടുമ്പോൾ ഇവിടെ എന്താണ് ഒരു കൊളീഷനാണ് സംഭവിക്കുന്നത്. ഇവിടെ വന്ന് കൊളീഷൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്ത് പോകും. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഫോട്ടോണിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി മൊമെൻ്റ് ഉണ്ട്. ഇവിടെ വന്ന് തട്ടുമ്പോൾ എന്താ പറ്റുന്നത്? ഇതിലുള്ളിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൈനറ്റിക് എനർജിയും അതുപോലെ മൊമെൻറ്റവും ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോൺ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? ഈ നമ്മുടെ പാർട്ടിക്കിൾ നേച്ചർ എന്നും ഡ്യൂറിങ് കൊളീഷൻ ബിറ്റ്വീൻ ഫോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ കോസസ് ദ ട്രാൻസ്ഫർ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റ്. അവിടെ എന്താണ്? ഇത് വന്ന് ഇവിടെ തട്ടുമ്പോൾ ഇതിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫോട്ടോൺ ഒരു മെറ്റൽ സർഫേസിൽ വന്ന് തട്ടുമ്പോൾ അവിടെ ഒരു കൊളീഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് എന്താണ്? ഈ ഫോട്ടോണിലുള്ള കൈനറ്റിക് എനർജി മൊമെൻറ്റും അടുത്ത ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. ഇതാണ് എന്ത്? ഫോട്ടോൺ. ഫോട്ടോൺ ഓഫ് ലൈറ്റ് ഈസ് ഓൾസോ ആക്ട് ലൈക്ക് എ പാർട്ടിക്കിൾ. അപ്പോൾ ഇതിൽ ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾ നേച്ചറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് അല്ലേ? ഫോട്ടോൺ ഓഫ് ലൈറ്റ് ഓൾസോ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് പറയുന്നതിന് പ്രൂഫാണ്. ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്ന് അടുത്തേക്ക് തട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൈനറ്റിക് എനർജി മൊമെൻറ്റം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്താ? പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറയുന്നത്. വേവ് നേച്ചർ എന്താണ്? ലൈറ്റിൻ്റെ വേവ് നേച്ചറാണ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പല ആൾക്കാർക്കും അറിയാമെന്ന് വിചാരിക്കും. എന്താണ്? നമുക്ക് പറയാനറിയാം എന്ത്? ലൈറ്റ് എന്ന് പറയുന്നതിന് വേവ് നേച്ചർ ഉണ്ട്, അതുപോലെ ലൈറ്റിന് നിറയെ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. എന്നാൽ ഒന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എന്ത് നേച്ചറാണ് ലൈറ്റിൻ്റെ എന്ന് പറയാൻ ചില ആൾക്കാർക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതെന്താണ്? കാരണം ഇതെന്താണ്? ലൈറ്റിൻ്റെ വേവ് നേച്ചർ എന്താണ്, അതുപോലെ പാർട്ടിക്കിൾ നേച്ചർ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമുക്കൊരു അടിസ്ഥാനമായിട്ട് തറ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പഠിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതെന്തായാലും പഠിച്ചിരിക്കണതാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളാണ് PSCയിൽ കൂടുതലായിട്ടും ചോദിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കൊക്കെ നമുക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് പാർട്ടിക്കിൾ നേച്ചറും എന്താണ്, അതുപോലെ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അതുപോലുള്ള തിയറീസ് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാർട്ടിക്കിൾ നേച്ചർ എന്താണ്, അതുപോലെ വേവ് നേച്ചർ എന്താണ്. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഈസ് ലൈറ്റ് എ വേവ് ഓർ പാർട്ടിക്കിൾ? ലൈറ്റ് ഒരു വേവ് ആണോ പാർട്ടിക്കിൾ ആണെന്ന് വെച്ചാൽ ബോത്ത് എന്ന് പറയുമോ? ലൈറ്റ് എന്ന് പറയുന്നത് നോട്ട് എ വേവ്, നോട്ട് എ പാർട്ടിക്കിൾ. ലൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. ബോത്ത് എന്നല്ല പറയേണ്ടത്. ലൈറ്റ് എന്ന് പറയുന്നത് വേവ് നേച്ചറും ആണ് പാർട്ടിക്കിൾ നേച്ചറും ആണ്. രണ്ടിൻ്റെ മിക്സ്ചറാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേവ് തിയറി എന്താണ്, ഫോട്ടോൺ തിയറി എന്താണെന്ന് നോക്കാം. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സുകളാണ്. അപ്പോൾ വേവ് തിയറി എന്ന് പറയുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആംപ്ലിറ്റ്യൂഡ്. വേവ് തിയറിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൻ്റെ തീവ്രത എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഇതൊരു ആംപ്ലിറ്റ്യൂഡിൽ നോക്കി ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണ്. അപ്പോൾ അവിടെ കിട്ടുന്നത് സ്മോളർ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ അതിൻ്റെ തീവ്രത എന്ന് പറയുന്നത് എന്താണ്? കുറവായിരിക്കും. ലോവർ ഇൻറ്റൻസിറ്റി ആയിരിക്കും തീവ്രത. സ്മോളർ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ എന്താണ്? ലോവർ ഇൻറ്റൻസിറ്റി ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിം ലൈറ്റാണ് അവിടെ കിട്ടുക. ഇനി വലിയ ആംപ്ലിറ്റ്യൂഡ്, ലാർജർ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഹയർ ഇൻറ്റൻസിറ്റി ആയിരിക്കും, അവിടുത്തെ തീവ്രത വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ബ്രൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എനർജി ഓഫ് ലൈറ്റ് വേവ് തിയറിയിൽ പറയുന്ന ഒരു കാര്യമാണ് എനർജി ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻറ്റൻസിറ്റീനെ തീവ്രതേനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എനർജി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് തീവ്രതേനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് വേവ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ എനർജി കൂടുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടും. എനർജി കൂടുതലാണെങ്കിൽ, ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ എന്താണ്? ഇൻറ്റൻസിറ്റി കൂടും എന്നാണ് പറയുന്നത്. ഇനി ഫോട്ടോൺ തിയറിയിൽ എന്താണ് പറയുന്നത്? ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് അറൈവൽ. എത്ര ഫോട്ടോൺസാണ് അവിടെ വന്ന് തട്ടുന്നത്, ഒരു സർഫസിൽ വന്ന് തട്ടുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? ഇൻറ്റൻസിറ്റി, അവിടുത്തെ തീവ്രത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫോട്ടോണുകളുടെ എണ്ണം നോക്കിയാൽ കുറവാണ്, 6 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഇൻറ്റൻസിറ്റി കുറവാകുമ്പോൾ എന്താണ്? അവിടുത്തെ ഡിം ലൈറ്റാണ് നമുക്ക് കിട്ടുക. ഇവിടെ നോക്കി കുറേ ഫോട്ടോണുകളുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ്? ഹയർ ഇൻറ്റൻസിറ്റിയാണ്. ഹയർ ഇൻറ്റൻസിറ്റി ആകുമ്പോൾ അവിടെ ബ്രൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പോൾ എനർജി ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.